പറഞ്ഞു, എന്തേ വായിക്കാത്തത്? സനത് അപ്പൊ ചോദിക്കേണ്ട സമയമല്ലേ എന്നാണ്. ചോദ്യത്തിന് മറുപടിയാണ് പറഞ്ഞത്. ചോദ്യത്തിന് മറുപടിയായി ചില ചോദ്യങ്ങളുണ്ടാകും എന്ന് പേരോട് നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ? ഞങ്ങൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ പഠിക്കണ്ട, പേരോട് നിങ്ങളെ പഠിപ്പിച്ചു. ഇടമുട്ടത്ത് നിന്ന് ചില ചോദ്യങ്ങൾക്ക് മറുപടിയായി ചോദ്യങ്ങളാകാം. തെളിയിക്കാത്ത കാലത്തോളം നാം എഴുതിയ വ്യവസ്ഥ അനുസരിച്ച് ഈ പറഞ്ഞ സംഭവങ്ങൾ പ്രമാണത്തിന് അനുയോജ്യമാണ് എന്ന് തെളിയിക്കാത്ത കാലത്തോളം അതിന് മറുപടി പറയേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. ന്യൂനതയുണ്ടെന്ന് പറഞ്ഞത് ഞാൻ ഏറ്റെടുക്കുന്നു. അത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആവശ്യമായ സമയത്ത് ഞങ്ങളത് തെളിയിക്കും. പക്ഷേ നിങ്ങൾ തെളിയിക്കണം. നിങ്ങളൊരു തെളിവ് രാവിലെ മുതൽ നിങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്കപ്പം തന്നെ ചോദിക്കാം എന്താ തെളിവെന്ന്. നിങ്ങളൊന്ന് പോകട്ടെ, പരമാവധി സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിച്ചതാണ്. നിങ്ങളുടെ സന്തോഷം അവസാനിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം അതിനനുസരിച്ചുള്ള പ്രകടനങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. സദസ് ഇതുവരെ നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ മാത്രമായിരുന്നു പ്രതികരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ബഹളമുണ്ടാക്കാൻ തുടങ്ങി, അഥവാ സിഗ്നലുകൾ കൈമാറപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. മുസ്ലിംമാരോട് പറയാനുള്ളത്, നിങ്ങളുടെ അനുയായികളിലേക്കല്ല സിഗ്നലുകൾ കൈമാറേണ്ടത്. തെളിവുകൾ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടാണ് നൽകേണ്ടത്. ഇത് ഇസ്തിഗാസയാണ് എന്ന് നാം തമ്മിൽ തർക്കത്തിലിരിക്കുന്ന പ്രാർത്ഥന ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും അള്ളാഹുവിന്റെ റസൂലിനെ വഫാത്തിന് ശേഷം വിളിച്ചാൽ കേൾക്കുമെന്നും റസൂല് ഉത്തരം ചെയ്യുമെന്നും റസൂല് സഹായിക്കുമെന്നും ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതായി തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ സ്വയം വാക്കുകൾ. അതാവശ്യമില്ല. ഒന്ന്. രണ്ടാമത്തേത്, ഇത് വന്ന സനദുകൾ അത് മുഴുവനും, മത്നുകൾ അത് മുഴുവനും പൂർണ്ണമായും വായിക്കാത്ത കാലത്തോളം നിങ്ങളുടെ ചോദ്യം പ്രസക്തമല്ല. മറുപടി പറയേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. ഞാൻ പറഞ്ഞു, ഖുർആൻ ഞങ്ങളെ പഠിപ്പിക്കുന്നത് അതാണ്. അപ്പൊ റസൂല് ഖുർആനിനെതിര് പറയുമോ? സക്കരിയയുടെ പുസ്തകം എടുത്തു വായിച്ചു. ഞാൻ പറഞ്ഞത്, ഇതിന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാലേ നിങ്ങൾ ഈ പറഞ്ഞ വാദങ്ങൾക്ക് അർത്ഥമുള്ളൂ. ഞാൻ ഈ പറഞ്ഞ ന്യായങ്ങൾ 3 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. ഒന്ന് ഇസ്തിഗാസക്ക് തെളിവാണെന്ന്, രണ്ടാമത്തേത് സനദുകളുടെ വിഷയം, മൂന്നാമത്തേത് മത്നുകളുടെ വിഷയം. അത് തെളിയിച്ചാലേ സക്കരിയ സലാഹി പറഞ്ഞതിന് ഞാൻ വിധേയനാവുകയുള്ളൂ എന്ന് മാത്രമേ എനിക്കതിനെപ്പറ്റി സൂചിപ്പിക്കാനുള്ളൂ. അതല്ലാതെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് അത് വരുന്നില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. വല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് മാ യംലികൂന മിൻ ഖിത്മീർ. ഒരു കാരക്കക്കുരുവിന്റെ മുകളിലുള്ള പാടയുടെ അത്ര പോലും കഴിവ് അല്ലാഹു ആർക്കും നൽകിയിട്ടില്ല. ഇൻ തദ്ഊഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ അവരുത്തരം ചെയ്യില്ല, അവർ കേൾക്കില്ല, ഉത്തരം ചെയ്യില്ല. ലാ യസ്മഉ ദുആഅക്കും, കേൾക്കില്ല. വലൗ സമീഉ, കേട്ടാലോ മസ്തജാബൂ ലക്കും, നിങ്ങൾക്കുത്തരം നൽകിയില്ല. അതല്ലേ നേരത്തെ വിഷയാവതരണത്തിൽ പറഞ്ഞത്. സുമ്മ യജൂസു അൻ യർജിഅ ഹാദാ ഇലൽ മഅബൂദീന മിമ്മാ യഖിൽ കൽ മലായികതി വൽ ജിന്നി വൽ അംബിയാഇ വശയാതീൻ. പൊട്ടപ്പോയത്തമാണല്ലേ ഈ മുഫസ്സിർ ഇസ്തിഗാസ ചെയ്യാൻ, നേരത്തെ ഇസ്തിഗാസ ചെയ്യുന്ന വിഷയം പറഞ്ഞ ഈ മുഫസ്സിർ കേൾക്കില്ല, അമ്പിയാക്കൾ കേൾക്കില്ല, ഉത്തരം ചെയ്യില്ല എന്ന് പറഞ്ഞ ഈ മുഫസ്സിർ പൊട്ടനാണോ? പൊട്ടപ്പോയത്തം പറഞ്ഞതാണോ? ഇനി എത്ര പണ്ഡിതന്മാർ ഇമാം അബൂ ഹനീഫയെ പോലെ, അഹ്മദ് ബിൻ ഹംബലിനെ പോലെ, ബൈഹഖിയെ പോലെ സൃഷ്ടികളോട് സഹായം തേടുകയില്ലെന്ന് പറഞ്ഞ നൂറ്റാണ്ടുകൾ പിന്നിട്ട പണ്ഡിതന്മാർ, അവരൊക്കെ പൊട്ടന്മാരാണോ? ഈ ഹദീസ് മനസ്സിലാകാത്തവരാണോ? പൊട്ടപ്പോയത്തത്തിന്റെ ആളുകളാണോ? പറഞ്ഞു കൊടുക്കണം ജനങ്ങളോട്. അതാ ഞാൻ പറഞ്ഞത്, മുസ്ലിയാരെ നിങ്ങൾ കുളത്തിലേക്ക് വീഴുകയാണ്. വിഷയാവതാരകൻ കുളത്തിൽ വീഴുന്നത് പറഞ്ഞല്ലോ. അത് കേട്ടാണ് മുസ്ലിയാർ ചൂണ്ടയിട്ട് നോക്കിയത്. കുളമുണ്ടെന്ന് വിചാരിച്ചു, മീനുണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇസ്ലാഹി ആദർശമെന്ന്
എന്ന വിശുദ്ധ ഖുർആൻ എന്ന തിരുസുന്നത്തെന്ന മുതലയുടെ നീരാളി പിടുത്തത്തിലാണ് പുരോഹിതന്മാരിപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്. അതാണ് തെളിവ് പറയാൻ കഴിയാത്തത്, അതാണ് വിശദീകരിക്കാൻ കഴിയാത്തത്. നിങ്ങൾ വിശദീകരിച്ചാൽ, സനദുകൾ വിശദീകരിച്ചാൽ, മത്നുകൾ വിശദീകരിച്ചാൽ ന്യൂനത എന്തെന്ന് അപ്പോൾ പറയും. അതിനു മുമ്പായി ഇത് ഇസ്തിഗാസയ്ക്ക് തെളിവാണ്, ലോകത്തെല്ലാവർക്കും അള്ളാഹുവിന്റെ റസൂലിനോട് ചെന്ന് സഹായം തേടാനുള്ള തെളിവാണെന്ന് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട വാദത്തിൽ മുജാഹിദുകൾക്ക് വിരുദ്ധമായ തെളിവായി പ്രാമാണികരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി പറയേണ്ട ബാധ്യതയുണ്ട് എന്ന് ഞാൻ ആവർത്തിച്ച് വിശദീകരിക്കുന്നു. അതില്ലേ ഞങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യതയില്ല. ഒച്ചട്ടത് കൊണ്ടൊന്നും ന്യൂനതയാവൂല മൗലവി. ന്യൂനത എവിടെയെന്നാണ് ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞു കുടുങ്ങിയതല്ലേ. നിങ്ങളുടെ തനി സ്വഭാവം ജനങ്ങൾ കാണുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ഈ സംവാദത്തിൽ വെച്ച് ജനങ്ങൾക്കത് കേൾപ്പിക്കാൻ കഴിഞ്ഞു. ഇപ്പൊ മുമ്പ് ലാസ്റ്റ് പറഞ്ഞ എന്താ, സനത് വായിച്ചാൽ ന്യൂനത പറയാം, എന്നാൽ കേട്ടോടൂ, അതും വായിക്കാൻ പോവുകയാണ്. നിങ്ങളെ വിടുന്നില്ല. ഇബ്നു അസാക്കിർ വിട്ടിട്ടില്ല, അതുമുണ്ട്. മജ്മഉസ്സവായിദുമുണ്ട്. കൂടുക ഇനിയും കേട്ടോ. ഇതേതാണ് കിതാബ് എന്നറിയോ? മുസ്നദ് അബൂ യഅ്ല. ആരുടെ കിതാബാണ്? മഹാനായ ഇമാം അബൂ യഅ്ല, ഹിജ്റ 307 വഫാത്തായ മഹാൻ. ബഹുമാനപ്പെട്ടവരുടെ മുസ്നദാണ് എന്റെ കയ്യിൽ. ഇതിലിതാ ഈ ഹദീസ് 6553ാമത്തെ ഹദീസായി അതാ കൊണ്ടുവരുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങളെന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ആൾ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് ഉത്തരം ചെയ്യുമെന്ന് പറയില്ല എന്നല്ലേ? എന്ന് ഉത്തരം ചെയ്യും, ഉത്തരം കിട്ടുമെന്ന വിശ്വാസത്തിൽ വിളിക്കുകയില്ല, അത് ശിർക്കാണ് എന്നല്ലേ? നിങ്ങളെ വാദമാണ് പൊളിഞ്ഞിരിക്കുന്നത്. എന്താണ് കേട്ടോ? ഹദ്ദസനാ അഹ്മദ് ഇബ്നു ഈസ. എന്താണ് കുഴപ്പം? അഹ്മദ് ഇബ്നു ഈസക്ക് എന്താണ് കുഴപ്പം? ഹദ്ദസനാ ഇബ്നു വഹബ്. രണ്ടാമത്തെ ആൾ ഇബ്നു വഹബിന് എന്താണ് കുഴപ്പം? അബൂ സുഹർ. എന്താണ് അബൂ സുഹറിന് കുഴപ്പം? അന്ന സഈദുൽ മഖ്ബുരി. എന്താണ് സഈദുൽ മഖ്ബുരിക്ക് കുഴപ്പം? അഖ്ബറഹു അന്നഹു സമിഅ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പൊ അബൂ ഹുറൈറ തങ്ങൾക്ക് കുഴപ്പമുണ്ടോ? നിങ്ങൾ പറയണം. രണ്ട് ന്യൂനതയില്ലേ? എവിടെ ന്യൂനത? രണ്ട് പോയിട്ട് ഒരു പൊട്ടെങ്കിലും തെളിയിക്കാൻ കഴിഞ്ഞോ നിങ്ങൾക്ക്? ഇനി മൗലവി പറയണം, നിങ്ങളുടെ സനദിൽ കുഴപ്പമുണ്ടെന്നല്ലേ? അഹ്മദ് ഇബ്നു ഈസക്ക് എന്താണ് കുഴപ്പം? ഇബ്നു വഹബിന് എന്താണ് കുഴപ്പം? അബൂ സുഹറിന് എന്താണ് കുഴപ്പം? നിങ്ങൾ നോക്കൂ, ഇതൊക്കെ പഠിച്ച പണ്ഡിതന്മാരാണ്. റിജാലുഹു റിജാലു സ്വഹീഹ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്താണ് സഈദുൽ മഖ്ബുരിക്ക് കുഴപ്പം? ഈ സനദിലുള്ള ആർക്കാണ് പ്രശ്നം? ഇതാണ് പ്രാമാണികപരമായി നിങ്ങളെ മുട്ടുകുത്തിക്കുക എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ബേജാറായിട്ട് കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കി. താരീഖ് ഇബ്നു അസാക്കിർ വായിച്ചപ്പോ വളരെ സന്തോഷായോ, ഇതേതോ ഒരു ചരിത്ര കിതാബ് അതികളെ കൊടുക്കാൻ വേണ്ടി കുടുങ്ങി. നിങ്ങൾ ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞു, തെളിയിക്കാൻ കഴിഞ്ഞോ? ഇപ്പൊ പറഞ്ഞു സനദ് വായിച്ചാൽ. സനദ് ഞാൻ വായിച്ചു തന്നു. ഹദ്ദസനാ അഹ്മദ് ഇബ്നു ഈസ ഹദ്ദസനാ ഇബ്നു വഹബ് അൻ അബീ സുഹർ അന്ന സഈദുൽ മഖ്ബുരി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ട് അന്നഹു സമിഅ അബൂ ഹുറൈറ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഞാൻ കേട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിഷയം അതിലുണ്ട്. നിങ്ങൾ പറഞ്ഞത് എന്താണ്? ഇപ്പോൾ ഓതിയല്ലോ, ഇൻ തദ്ഊഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ കേൾക്കൂല, കേട്ടോല ഉത്തരം ചെയ്യൂല. ഞങ്ങൾ അതന്നെ പറയുന്നു. അതില് അമ്പിയാക്കൾ ഔലിയാക്കൾ പെടൂല. എന്തുകൊണ്ട്? അമ്പിയാക്കളുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി പറയാണെന്ത്? നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. നിങ്ങൾ എന്റെ ഖബറിന്റെ സമീപത്തുനിന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. നിങ്ങൾ എന്താ പഠിപ്പിച്ചത്? നിങ്ങൾ പറയുന്നത് അവര് കേട്ടാലും ഉത്തരം ചെയ്യൂല, കേൾക്കുമെന്ന് മാത്രമല്ല ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി.